ചിരിയോഗിയുടെ കഥ എന്നാണ് ആരംഭിക്കുന്നത്? 1995 മുംബൈയിലെ ഒരു മെഡിക്കൽ ഡോക്ടർ മദൻ കഠാരിയ, എൻ്റെ ഗുരുവായ സുനിൽ കുമാർ ഗുരു മദൻ കഠാരിയ. സുനിൽ കുമാർ ആരാന്നറിയാലോ? നമ്മുടെ ലാഫ്റ്റർ, ചിരിച്ചുകൊണ്ട് ഗിന്നസ് ബുക്കിൽ പേര് വന്ന മഹാമനുഷ്യനാണ്. ഡോക്ടർ മദൻ കഠാരിയ ചിരിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. അനവധി ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നുണ്ട് ചിരി നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുമെന്ന്. പക്ഷെ അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആൾക്കാരൊന്നും അത്ര മതിയായിട്ട് അങ്ങോട്ട് ചിരിക്കുന്നില്ല. കുട്ടികളാകുമ്പോൾ ചിരിച്ചവർ പോലും ചിരിക്കുന്നില്ല. ചിരിയെ കളിയാക്കുന്ന സ്വഭാവമാണ് ആൾക്കാർക്കുള്ളത്. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ ഡോക്ടർ മദൻ കഠാരിയക്ക് ഒരു ആശയം വരുന്നത്. ജോക്കിനായി കാത്തിരിക്കാതെ, എന്തിന് കാത്തിരിക്കണം? ജോക്കില്ലാതെ ചിരിക്കാമല്ലോ. അദ്ദേഹം ഒരു 5 പേരെ കൂടെ ഒരു പാർക്കിലേക്ക് വിളിച്ചു. ആദ്യം അവർ കുറേ തമാശകളൊക്കെ പറഞ്ഞു. ആദ്യ ദിവസങ്ങൾ വളരെ വിജയകരമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾക്ക് മദൻ കഠാരിയ സാറിൻ്റെ കയ്യിലുള്ള ജോക്കുകളോടൊക്കെ ആപ്പീസ് പൂട്ടി. ജോക്കുകളൊക്കെ തീർന്നു പോയി. അതേ തമാശ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. ഏതാണെങ്കിൽ ബ്ലഡ് പ്രഷർ കൂട്ടുന്നതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. അദ്ദേഹം തൻ്റെ പരീക്ഷണം ഉപേക്ഷിച്ചില്ല കേട്ടോ. എന്നാൽ തമാശയൊന്നും ഇല്ലാതെ തന്നെ ഉദ്ദേശപൂർവ്വം അങ്ങോട്ട് ചിരിച്ചാലോ? അപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത്. നാടകീയമായ ചിരി ഒരു യാഥാർത്ഥ്യമായ ചിരിയായി മാറിക്കൊണ്ടിരിക്കുന്ന മഹാത്ഭുതം.